സോനം വാങ്ചുക്കിനെ ശരിക്ക് അറിയാവുന്നവർ കഴിഞ്ഞ ദിവസം രാത്രി ദില്ലിയിലെ സമരവേദിയിലെത്തിയ അതിഥിയെ കണ്ട് ഞെട്ടി. മലയാളി ഏറെ ഇഷ്ടപ്പെടുന്ന, മലയാളത്തിലെ ഒരു പക്ഷേ ഏറ്റവും നല്ല ആങ്കർ എന്ന് വിശേഷിപ്പിക്കാവുന്ന രഞ്ജിനി ഹരിദാസ് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും നല്ല 10 ആങ്കേഴ്സിന്റെ പേര് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും രഞ്ജിനി ഹരിദാസ് ഉണ്ടാവും. രഞ്ജിനി ഹരിദാസിനെ അത്രത്തോളം കേരളത്തിലുള്ള ഓരോ സഹൃദയരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് രഞ്ജിനി സോനം വാങ്ചുക്കിന്റെ സമരവേദിയിൽ എത്തിയത്? പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടായിട്ടും സാമൂഹിക പ്രതിബദ്ധത എന്ന ഒരു പൗരന്റെ ഒരു കടമ വെച്ച് പലപ്പോഴും അതൊന്നും കാണിക്കാത്ത രഞ്ജിനി ഹരിദാസ് ദില്ലിയിലെ CGP സമരത്തിന് എങ്ങനെ എത്തി എന്നാണ് അവരെ ഇഷ്ടപ്പെടുന്ന പലരും ചോദിച്ച ഒരു ചോദ്യം. എല്ലാവരും ചൂണ്ടിക്കാണിച്ച മറ്റൊരു വിഷയം പഹൽഗാമിൽ പാക് ഭീകരർ. അത് ഒരുപാട് വൈകിട്ടൊന്നുമില്ല, 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ പഹൽഗാം സംഭവം നടന്നിട്ട്. പഹൽഗാമിൽ 1 വർഷത്തിന് മുൻപ് അത്തരത്തിലൊരു സംഭവം നടന്നപ്പോൾ പാക് ഭീകരർ ഇന്ത്യക്കാരെ വെടിവെച്ചപ്പോൾ എറണാകുളത്തുള്ള, അതായത് രഞ്ജിനിയുടെ നാട്ടുകാരനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മകളോടൊപ്പം കാശ്മീരിലേക്ക് യാത്രയ്ക്ക് പോയ ഒരു വ്യക്തി മരണപ്പെട്ടിട്ട് പോലും അവിടെ എങ്ങും രഞ്ജിനിയുടെ ഒരു പരാമർശം പോലും ആരും കണ്ടില്ല. ഒരിടത്ത് പോലും രഞ്ജിനി അതിനെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തുന്നത് കണ്ടില്ല. അപ്പോഴൊന്നും തിളയ്ക്കാത്ത രഞ്ജിനി ഹരിദാസിന്റെ രക്തം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തപ്പോൾ തിളച്ചത് എന്തുകൊണ്ട് എന്നാണ് പലരും ചോദിച്ചത്. ആദ്യമായി ഒരു സമരത്തിലെത്തിയപ്പോഴായിരിക്കണം പോലീസ് ലാത്തി ചാർജ് കണ്ട് രഞ്ജിനി വൈകാരികമായി പ്രതികരിച്ചത്. CRPFന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെതിരെ ഒരു ആരോപണം രഞ്ജിനി ഹരിദാസ് ഉയർത്തിയിരിക്കുന്നു. അത് ഗുരുതരമായ ആരോപണമാണ് എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ രഞ്ജിനി ഒരു ആരോപണം പറഞ്ഞത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ശരിക്കും രഞ്ജിനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആങ്കറിംഗിന്റെ ആ ഒരു മേഖലയിലൂടെയാണ് രഞ്ജിനി പ്രസിദ്ധയായിട്ടുള്ളത്. അല്ലാതെ ഒരു സാമൂഹിക പ്രശ്നങ്ങളും, നായയുടെ പ്രശ്നം വന്നപ്പോൾ രഞ്ജിനി ഒരു നായപ്രേമി എന്നുള്ള രീതിയിൽ പലപ്പോഴും വികാരഭരിതമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നതറിയാം. പക്ഷെ എങ്ങനെയാണ് ഒരു സ്വയം ഇൻസ്പയർഡ് ആയിട്ട് ഈ വേദിയിൽ എത്തിയത് എന്ന് നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഒരു നടിയും രഞ്ജിനി ഹരിദാസിനൊപ്പം ഉണ്ടായിരുന്നു. തൃശ്ശൂരിലെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഗായിക ജോത്സ്നയും സോനം വാങ്ചുക്കിന്റെ സമരത്തെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ കേരളം നെഞ്ചേറ്റുന്ന ചില ആൾക്കാർ ഇതുപോലെയുള്ള ചില പ്രക്ഷുബ്ധമായ വേദികളിൽ എത്തുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ പലരും ചോദിക്കുന്നു, രഞ്ജിനി ഹരിദാസിന് സോനം വാങ്ചുക്കിന്റെ ചരിത്രം അറിയാമോ? ലഡാക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോനം വാങ്ചുക്കിന്റെ 2 സ്ഥാപനങ്ങളായ ലാങ്ചുക്കിന് ലഡാക്കിൽ 2 സംഘടനകളാണുള്ളത്. അതായത് സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കും ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്കും. ഈ 2 സംഘടനകളും നേരിട്ടും പരോക്ഷമായും വിദേശ ഫണ്ടുകൾ വൻതോതിൽ കൈപ്പറ്റുന്നവരാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. ഫോർഡ് ഫൗണ്ടേഷൻ, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ റോക്ക്ഫെല്ലർ ഫിലാന്തോപ്പി അഡ്വൈസേഴ്സ് എന്നീ സംഘടനകളും ജോർജ് സോറോസ് എന്ന NGOകളെ തീറ്റിപ്പോറ്റുന്ന അമേരിക്കൻ ശതകോടീശ്വരനും സോനം വാങ്ചുക്കിന്റെ സംഘടനകൾക്ക് വലിയ തുകകളാണ് സംഭാവനകൾ നൽകുന്നത്. പക്ഷേ ഈ ഫണ്ടുകൾ വാങ്ങുന്നവരുടെ പ്രവർത്തനങ്ങളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് കണ്ടതോടെയാണ് ഇവരെയൊക്കെ ഒരു നിരീക്ഷണത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളാണ് ഇവർ. കോടികളുടെ ആസ്തി വാങ്ങി പ്രവർത്തിച്ചവരുടെ ഫണ്ട് നിലച്ചപ്പോൾ മോദി സർക്കാരിനെതിരെ പല രീതിയിൽ അവർ സമരം നടത്തുകയാണ് എന്നത് വളരെ വ്യക്തമാണ്. SIT എന്ന മറ്റൊരു അമേരിക്കൻ സംഘടനയും, അതായത് അമേരിക്കക്കാർക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് കൂടി സഹായം നൽകുന്ന സംഘടനയാണ്. വിദേശത്തുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്നായിരിക്കണം പഠനം. അങ്ങനെ ലഡാക്കിലുള്ള വാങ്ചുക്കിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പഠിക്കാനെത്തിയ ഒരു അമേരിക്കക്കാരി റബേക്ക നോർമൻ ലഡാക്കിലെത്തിയ ശേഷം സോനം വാങ്ചുക്കുമായി പ്രണയത്തിലാകുന്നു. അവരാണ് സോനം വാങ്ചുക്കിന്റെ ആദ്യ ഭാര്യ. അവരിലൂടെയാണ് സോനം വാങ്ചുക്ക് വിദേശ ഫണ്ട് വാങ്ങാൻ തുടങ്ങിയത് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. അവർ വഴിയാണ് SITയിലേക്ക് ഫോർഡ് ഫൗണ്ടേഷന്റെ ഫണ്ട് സോനം വാങ്ചുക്ക് വാങ്ങിയിരുന്നത്. പിന്നീട് റബേക്ക നോർമനും സോനം വാങ്ചുക്കും ഡിവോഴ്സ് ആകുന്നു. അതിനുശേഷം 2025 ഡോക്ടർ ഗീതാഞ്ജലി ആഗ്മോയെ വിവാഹം കഴിക്കുന്നത്. എന്തായാലും CJP പാർട്ടിയിലൂടെ ഒരു അവസരം ലഭിച്ചപ്പോൾ സോനം വാങ്ചുക്ക് ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എന്നത് തന്നെയാണ് ശരിക്കുള്ള വാസ്തവമായി വിലയിരുത്തപ്പെടുന്നത്. വാങ്ചുക്കിനെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഒരിക്കലും ജയിലിലേക്കല്ല, സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ്. അവിടെ മികച്ച ചികിത്സയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. ഇത് ദില്ലി കോടതിയെ സഫ്ദർജംഗ് ആശുപത്രിക്കാർ അറിയിച്ചതുമാണ്. അതിനെയാണ് ഒരു വെള്ളവസ്ത്രത്തിൽ ശവത്തെ കൊണ്ടുപോകും പോലെ വാങ്ചുക്കിനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ താൻ സ്വയം ഇൻസ്പയർഡായി മനസ്സലിഞ്ഞ CJP സമരത്തിൽ പങ്കെടുക്കാൻ തിങ്കളാഴ്ച ദില്ലിയിൽ എത്തിയത് എന്ന് രഞ്ജിനി ഹരിദാസ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും രഞ്ജിനിയുടെ വരവിനെ കേരളത്തിലുള്ള രാജ്യസ്നേഹികൾ എന്ന് പറയാം. കാര്യം കേരളത്തിൽ വാങ്ചുക്കിന്റെ ഈ സമരത്തെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ രാജ്യസ്നേഹികളായവർ, ഒപ്പം രഞ്ജിനിയെ സ്നേഹിക്കുന്നവരൊക്കെ രഞ്ജിനി ഹരിദാസിന്റെ ഈ വരവിനെ വളരെ സംശയദൃഷ്ടിയോടെയാണ് നോക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറയുമ്പോൾ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് അവരവരുടെ സ്വന്തം അഭിപ്രായമാണ്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ഉള്ള അഭിപ്രായവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. കേരളക്കര
ഇന്ത്യക്കാരെ ഒന്നടങ്കം ഞെട്ടിച്ചതായിരുന്നു വാങ്ചുക്കിന്റെ സമരവേദിയിൽ രഞ്ജിനി ഹരിദാസ് എന്ന കേരളം ഇഷ്ടപ്പെടുന്ന മലയാളി ഇഷ്ടപ്പെടുന്ന ആങ്കറിന്റെ വരവ്. എന്തായാലും അവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം രാജ്യസ്നേഹം, അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായം, അതിനെല്ലാം ഒരു വ്യക്തിക്ക് അവരവരുടേതായ ലെവലുകളുണ്ട്, അവരവരുടേതായ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ പെഹൽഗാമിൽ ക്രൂരമായി ഇന്ത്യക്കാർ മരിച്ചു വീണപ്പോൾ അവിടെ ഒന്നും ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്ന രഞ്ജിനി ഹരിദാസ് എന്തുകൊണ്ട് ഈ ഒരു വേദിയിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടു? എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നത് എന്തായാലും ഇത് പൊതുസമൂഹത്തിന്റെ വിലയിരുത്തലിനായി ഈ വിഷയം വയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർണാസ്.